എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് വ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അമേരിക്ക ചതിച്ചു ആശാനെ എന്ന് പറഞ്ഞ പോലെ ഇന്നലെ അമേരിക്ക നമ്മളങ്ങ് ചതിച്ചു കളയാൻ. സത്യം പറഞ്ഞ ഇന്നലെ അമേരിക്കയിൽ വന്ന ഡേറ്റയൊക്കെ വളരെ നെഗറ്റീവ് ആയിരുന്നു. ആ നെഗറ്റീവ് ഡേറ്റ വന്നു. അതുകൂടാതെ എൻവിഡിയുടെ റിസൾട്ടും വളരെ നെഗറ്റീവ് ആയത് കാരണമാണ് മൊത്തത്തിൽ അമേരിക്കൻ മാർക്കറ്റ് ഇറങ്ങി. നിങ്ങൾ നോക്കി തന്നെ അറിയാൻ പറ്റും, അമേരിക്കൻ മാർക്കറ്റ് നല്ല വൃത്തി ഇന്നലെ ഇറങ്ങി. ഏകദേശം പറയുകയാണെങ്കിൽ 41,536 ഭാഗത്ത് കിടന്ന സാധനം 4760 വരെ വന്നു. ആ ഭാഗത്ത് കിടന്ന് കളിച്ച് കുറച്ച് മാറി നിന്ന് ആ ഒരു രീതിയിലൊക്കെ ക്ലോസ് ചെയ്ത് പോയി. അത് നമ്മുടെ മാർക്കറ്റ് വലിയ ഗ്യാപ്പായിട്ട് വന്നു. നമ്മളെ ഗ്യാപ് ഡൗണിലേക്ക് ഓപ്പൺ ചെയ്തു. നമ്മളെ നിഫ്റ്റി പറഞ്ഞ പ്രകാരമുള്ള നിഫ്റ്റിയുടെ എന്താണ് നമ്മളെ 223 എന്ന് പറഞ്ഞാൽ നമ്മുടെ സപ്പോർട്ട് സോണിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി 170 സ്ട്രോങ് ആയുള്ള സപ്പോർട്ട് എടുത്തു. ഇന്ന് നോക്കിയാൽ അറിയാം 170 ഒരിക്കൽ ഒന്ന് പൊട്ടിയെങ്കിൽ കൂടി 170യുടെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഏകദേശം 281 വരെ പോയി ആ ഭാഗത്ത് അവൻ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നല്ലൊരു കിടിലൻ ട്രെൻഡ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ കൂടി അതിനുശേഷം നല്ലൊരു മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ചതിച്ച ആശാനെ. സത്യം പറഞ്ഞ ബാങ്ക് നിഫ്റ്റി ഇന്നലെ പറഞ്ഞ ആ ഒരു ഊർജ്ജമൊന്നും എനിക്കിപ്പോ ഇല്ല. ഇന്നലെ പറഞ്ഞ ഊർജ്ജമൊക്കെ മൊത്തത്തിൽ പോയി. ബാങ്ക് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നതിന് ശേഷം പിന്നെ അവൻ ആ ഭാഗത്ത് കിടന്ന് കഴിച്ചെന്നല്ലാതെ ഈ 51,650 600 റേഞ്ചിൽ പാമ്പ് ചുറ്റി കിടക്കണ പോലെ അങ്ങ് കിടന്നു അനങ്ങിയിട്ട് പോലും ഇല്ല. ഞാനിന്ന് ബാങ്ക് നിഫ്റ്റി ഒരു പോർഷൻ എടുത്തായിരുന്നു. തിരിച്ച് നിഫ്റ്റി റിവേഴ്സ് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ പോർഷൻ എടുത്തു. എനിക്കത് 70 പോയിന്റ് നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും ചെയ്തു. സോ ബാങ്ക് നിഫ്റ്റി ഇന്ന് സത്യം പറഞ്ഞാൽ ചതിച്ച ആശാനെ. ജോഷി ആശാൻ എന്ന് പറയുന്ന പോലെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ചതിച്ചു. അമേരിക്ക ചതിച്ചതുപോലെ ബാങ്ക് നിഫ്റ്റി അങ്ങ് ചതിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ കൂടെ നിന്ന് നമ്മളങ്ങ് ഒറ്റി ബാങ്ക് നിഫ്റ്റി. അപ്പം സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഞാൻ ഇതിനൊന്ന് റിമൂവ് ചെയ്യാം. കുറച്ച് ഈസി ഐഡന്റിഫൈ. ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറഞ്ഞാൽ നോർമൽ ഡേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചർ പ്രകാരം പ്യുവർലി ഒരു നോർമൽ ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി. വലിയ ഒരു മാറ്റമൊന്നും അവൻ തന്നിട്ടില്ല. ഓപ്പൺ ചെയ്ത് ലോയിലാണ് ഓപ്പൺ ചെയ്തത്. ആ ഹൈ ഉണ്ടായി, പിന്നെ അതിനകത്ത് കിടന്ന് കളിച്ചെന്നല്ലാതെ വലിയ രീതിയിൽ മാറ്റങ്ങളൊന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഇല്ല. ഇന്നലത്തെ സ്പൈക്ക് സോണ് 724.10 മുകളിൽ സ്പൈക്ക് സോണിന്റെ കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യാൻ ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി കിടക്കുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ 4 ദിവസത്തെ പ്രൊഫൈലിനെ ഞാൻ അങ്ങ് മെർജ് ചെയ്തു. കാരണം വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. കാരണം മാർക്കറ്റ് ഒരേ റേഞ്ചിലായതുകൊണ്ട് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ മെർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 51,650 ഭാഗത്ത് കിടന്ന്, അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 51,590, 51,650, 51,690 എന്ന് പറഞ്ഞാൽ ഈ 80% കിടന്നാണ് ബാലൻസ് ഷീറ്റ് 80% ബാങ്ക് നിഫ്റ്റി കളിച്ചത്. സോ ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ബൈ എന്ന് പറയുകയാണെങ്കിൽ 724 എന്ന് പറയുന്നത് 724 ഇന്നലത്തെ ന്യൂട്രൽ സ്ട്രീമിന്റെ ബിവാപ്പിന് മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. സോ 724 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എത്രയാണ് 885 വരെ ബാങ്ക് നിഫ്റ്റി പോവാനും 885 മുകളിൽ പഴയ ടാർഗറ്റായി 52,026 അതിന് മുകളിൽ 52,026 52,060 അതിന് മുകളിൽ 52,151 അതിന് മുകളിൽ 52,267 വരും. ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓർത്തോണം, ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ വന്ന FA 51,525 വന്ന FA ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ ആക്റ്റീവാണ്. അത് ആക്റ്റീവ് ആയതുകൊണ്ട് അത് പൊട്ടി ക്ലോസ് ആയതാൽ മാത്രമേ മാർക്കറ്റിന് റിവേഴ്സൽ ട്രെൻഡ് വരുള്ളൂ. ഇല്ല എങ്കിൽ അത് ടച്ച് ചെയ്തില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ 52,151 എന്ന് പറഞ്ഞ ടാർഗറ്റ് അവിടെ ആക്റ്റീവായിരിക്കുന്നതാണ്. സോ അപ്പം ഓർത്തോളുക. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് മുകളിലത്തേക്ക് ലെവൽ നമുക്കൊന്ന് വരയ്ക്കാം. ഇപ്പോഴും ഉണ്ട് നമ്മളെ POC എത്രയാണ് 51,650 POC. സോ ഈ 51,724 മുകളിൽ നമ്മൾ പറഞ്ഞ പോലെ 851,885 അതിന് മുകളിൽ നമുക്ക് പഴയ ടാർഗറ്റ് എത്രയാണ് 52,046, 52,151, 52,267 ലെവലുണ്ട്. ഇനി നമ്മളെ സപ്പോർട്ട് ഞാനൊന്ന് മാറ്റാൻ പോവാണ്. 520 സപ്പോർട്ട് ഇപ്പോഴുണ്ട്. 520 പൊട്ടുകയാണെങ്കിൽ 305, 51,250, 51,130. മാർക്കറ്റ് ഒരിടത്തും പോവാത്തത് കൊണ്ട് ഇന്നലത്തെ അതേ ലെവൽ തന്നെയാണ് ഇന്നും ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. അത് നിങ്ങളെ മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. ഈ റേഞ്ചിന്റെ ബാലൻസിന് കൊടുക്കൊണ്ടിരിക്കുകയാണ്. 5 ദിവസമായി മാർക്കറ്റ് ഒരേ റേഞ്ച് കിടന്ന് കളിക്കുകയാണ്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലത്തെ ഗ്യാപ്പ് എനിക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അത് കൂടാതെ ഈ സ്പൈക്ക് വന്ന ഏരിയയുടെ സിംഗിൾ പ്രിന്റുകൾ വന്ന ഭാഗമുണ്ട്. അപ്പൊ അതൊരു അനോമലീസ് ആണ്. അപ്പൊ ആ അനോമലീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ബാങ്ക് നിഫ്റ്റി പോകുന്നതാണ്. ഇതായിരിക്കും ബാങ്ക് നിഫ്റ്റി ലെവല്.
നിഫ്റ്റി ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കൃത്യമായി നിങ്ങൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു നിഫ്റ്റി. അവ തന്നതിന് ശേഷം കൃത്യമായിട്ട് ഗ്യാപ് ഡൗൺ തന്നു, നിഫ്റ്റി താഴേക്ക് വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 25,170 എന്ന് പറഞ്ഞതിന്റെ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. നിഫ്റ്റി സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു ട്രേഡ് കിട്ടിയ നിഫ്റ്റിയിൽ. പക്ഷേ നിഫ്റ്റി ഇന്നത്തെ POC വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ POC ആയ 25,215 താഴെ മാത്രമേ ഇനി നിഫ്റ്റിയിൽ സെല്ലുള്ളൂ. നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഇന്നലെ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞില്ല 3-4 ദിവസം എത്ര ഉണ്ട്, 38, 30, 31, 1, 2 4 ദിവസത്തെ ബാലൻസ് ഏരിയയുടെ വാല്യൂയുടെ ലോ ആണ് നിഫ്റ്റിയെ സംബന്ധിച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ്. സോ 25,315 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,343 അതിന് മുകളിൽ 377 വരും. 25,377 മുകളിൽ മാത്രമേ ഇനി നിഫ്റ്റിയുടെ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെ ആയതുകൊണ്ട് 25,377 മുകളിൽ ഫ്യൂച്ചർ നിൽക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ്ങിന് വളരെയധികം ചാൻസ് നിഫ്റ്റിയിലുണ്ട്. സോ ഇനി നോക്കിയപ്പോൾ എന്താ, നമുക്ക് 280 എന്ന് പറഞ്ഞ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഇപ്പോഴും ഉണ്ട്. 280 മുകളിൽ 315, അതിന് മുകളിൽ 343, അതിന് മുകളിൽ 376, അതിന് മുകളിൽ 435 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആയിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പൊ നിഫ്റ്റിയുടെ ബാക്കിയുള്ള ലെവല് ഇന്നത്തെ POC ഞാനൊന്ന് മാറ്റിയായിരിക്കാം. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചു. ഇന്നത്തെ POC എത്രയാണ്? 25,215 നിഫ്റ്റിയെ സംബന്ധിച്ച POC. 25,215 ആണ് POC. സോ അതിന് ഇനി ഇതാണ് നമ്മുടെ POC. ഇനി അടുത്ത നോക്കേണ്ടത് 25,280. 25,280 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തോളൂ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ആയിരിക്കും നാളെ പറഞ്ഞെങ്കിൽ അത് ഓർത്തോളുക. അതിന് മുകളിൽ 25,315, അതിന് മുകളിൽ 25,343. അത് നമ്മുടെ 4 ദിവസത്തെ ബാലൻസ് ഏരിയയുടെ POC ആണ്. 343, അതിന് മുകളിൽ 377, 25,377 മുകളിൽ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അത് ബൈ നമുക്ക് വേണമെങ്കിൽ 25,458 വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇതായിരിക്കും നമ്മൾ നാളത്തേക്കുള്ള ലെവല്, ഓർത്തോളുക. ഇനി നമുക്ക് നോക്കേണ്ടത് താഴേക്കുള്ള സപ്പോർട്ട്. 25,170 ഇപ്പോഴും ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 170 താഴെ നിൽക്കുന്നത്തോളം കാലം 112, അതിന് താഴെ നിൽക്കുന്നത്തോളം കാലം 25,050 എന്ന് പറഞ്ഞ POC സപ്പോർട്ട് ആക്റ്റീവ്. ഇപ്പം 25,170 എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ചെറിയൊരു സപ്പോർട്ട്, നല്ല സ്ട്രോങ്. ഇന്ന് അവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് 2 ദിവസം തിരിച്ച് കയറിയത്. നിങ്ങൾ ക്യാൻഡിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ നിന്നാണ് കയറിയിരിക്കുന്നത്. സോ അതിന് താഴെ നമുക്ക് 25,112, അതിന് താഴെ 25,050 എന്ന് പറഞ്ഞ നമ്മുടെ പഴയ ഒരു ബാലൻസ് ഏരിയയുടെ POC ആണ്. സോ മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കും. ഓർത്തോളുക, മാർക്കറ്റ് നാളെ 25,170 പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ അടിക്കാനും 25,377 പൊട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ കയറാൻ നാളെ ചാൻസ് ഉണ്ട്. നാളെ പ്രത്യേകിച്ച് നാളെ എക്സ്പയറി ആയതുകൊണ്ട് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി. അതുകൂടാതെ നമ്മുടെ അമേരിക്കയുടെ ഇന്ന് വന്ന ഡേറ്റ, കുറച്ച് ഡേറ്റ പോസിറ്റീവ് ആണ്, കുറച്ച് ഡേറ്റ നെഗറ്റീവ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോബ്സ് ജോബ് ഓപ്പണിംഗ് വളരെ കുറച്ച് കുറവായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ഫാക്ടറി ഓർഡേഴ്സ് അത് പോസിറ്റീവായിട്ട് വന്നു. പിന്നെ കനേഡിയൻ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അത് അവര് പലിശക്ക് 0.25 കുറച്ചിട്ടുണ്ട്, അത് നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ അമേരിക്കയുടെ ട്രേഡ് ബാലൻസ് ഇമ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്, വിചാരിച്ച പോലെ തന്നെ. കുറച്ച് വലിയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ ഇതുകൊണ്ട് നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ വന്ന ഡേറ്റകൾ കുറച്ച്, പിന്നെ ഇന്ന് അറ്റ്ലാന്റയുടെ ഫെഡറൽ GDP വന്നു, അതും പോസിറ്റീവാണ്. അപ്പം അമേരിക്കയിൽ വരുന്ന GDPകളൊക്കെ പോസിറ്റീവായ GDP ഉള്ളത് കൊണ്ട് നമ്മുടെ ഡൗ ജോൺസ് ഫ്ലാറ്റ് ആയിട്ട് നിൽപ്പുണ്ട്, ചെറിയ മനസ്സ് നിൽക്കുന്നുണ്ട്. ഏതാണ് കുറച്ച് കയറിയാണ് അവൻ, എന്നിട്ട് വീണ്ടും ഇറങ്ങി നിൽക്കുന്നത്. നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ന് രാത്രി ഒരു 11 മണിക്ക് നോക്കുന്ന സമയത്ത് 25,361 ഭാഗത്ത് കിടന്ന് കളിക്കണം. അപ്പൊ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന്റെ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇന്ന് ഓർഡർ ഫ്ലോ നിങ്ങൾ നോക്കുമ്പോൾ നിഫ്റ്റിയില് നല്ല ബൈയിങ് ഉണ്ട്. ലാസ്റ്റ് 45 മിനിറ്റ്സിൽ കുറച്ച് ചെറിയ കോട്ട് പോസിറ്റീവ് ആണ്. അതായത് നിങ്ങൾ ഡെൽറ്റ നോക്കുകയാണെങ്കിൽ 15,767 ഡെൽറ്റ പോസിറ്റീവ് ആണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഡെൽറ്റ -7420 മൈനസ് ആണ്. കാരണം കാലത്ത് മോർണിംഗിൽ ഗ്യാപ് ഡൗണിൽ ഇന്ന് ആദ്യത്തെ ഈ ഭാഗത്ത് ഒരു സെല്ലിംഗ് വന്നു. 3020 ആദ്യത്തെ 10 മിനിറ്റ് വന്ന സെല്ലിംഗ് ആണ്. ആ സെല്ലറിന് 660 മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കാൻ പറ്റിയിട്ടേ ഇല്ല. സോ ഈ സെല്ലിംഗ് ഏരിയ ആയ 704 ഭാഗത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കിടന്ന് കളിച്ചത്. ആ താഴേക്ക് വന്ന് ആ 5600 ഭാഗത്ത് നമുക്ക് ക്ലോസും ചെയ്തു. സോ അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ ഡെൽറ്റ എന്ന് പറയണമെങ്കിൽ കൃത്യമായി പറയണമെങ്കിൽ മൈനസ്, നിഫ്റ്റിയുടെ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പ്ലസ് ആയതുകൊണ്ട് നാളെ ഇന്നത്തെ ഡെൽറ്റ പ്രകാരം നിഫ്റ്റിയിൽ ചെറിയൊരു ഗ്യാപ്പിന് ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് വേൾഡ് മാർക്കറ്റിന് വേറെ ഒന്നും നാളെ കാലത്ത് വരെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ഗ്യാപ്പ്
നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക. എന്തെങ്കിലും നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ചോ മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചോ ഓർഡർ ഫ്ലോയെ കുറിച്ചോ അറിയുന്നതിനുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ അത് ഈ തമ്പനയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. മാർക്കറ്റ് പ്രൊഫൈൽ ഓർഡർ ഫ്ലോ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ വ്യക്തമായ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മൾ തന്നെ റൂമിൽ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ഏകദേശം 12ഓളം ട്രേഡ് സെറ്റപ്പ്, ഇൻട്രാഡേ ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. അത് കൂടാതെ ക്യാരി ഫോർവേഡ് ട്രേഡ് സെറ്റപ്പ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ ട്രേഡ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്ത് കോൺടാക്സ്റ്റ് വഴിയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ തമ്പനയിലുള്ള നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ പറയുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ.